രാമു നാരായണ രാമ. ഒരു ദിനം ഞാൻ ഗ്രാമത്തിലെ കൃഷിയിടത്തിലേക്ക് പോയി. അവിടെ ലക്ഷക്കണക്കിന് തർബൂജുകൾ പാടിയിരുന്നു. ഞാൻ കർഷകനെ ചോദിച്ചു, നിങ്ങളെ ഇവിടെ ഏതെങ്കിലും കൊള്ളയിടൽ ഉണ്ടാകുന്നുണ്ടോ? അവൻ പറഞ്ഞു, ഇവിടെ വില ചോദിച്ച് വാങ്ങി കൊണ്ടുപോകുന്നു. രാജ്യത്തിൻ്റെ ഓരോ കോണിലും ഇത് സംഭവിക്കുന്നുണ്ടെങ്കിൽ എവിടെയും വിഷയം പരിഭവം ഇല്ലാതെ തീർന്നിരുന്നേനെ. സ്വതന്ത്രാവസ്ഥ ഉണ്ടാകുകയാണെങ്കിൽ ജീവിതത്തിൽ യാതൊരു കവർച്ചയും ഉണ്ടാകില്ല. നമ്മുടെ ആധ്യാത്മികതയിൽ ഇത് മാത്രമല്ല, സ്വാഭാവികതയിൽ ധൈര്യം വളരെ അധികമാണ്. നായ, വെള്ളപ്പൊക്കം അല്ലെങ്കിൽ സിംഹം ഇവർക്കും പറയാമോ? അവർക്കെല്ലാം സ്വാഭാവികതയിൽ വലിയ ധൈര്യമുണ്ട്. ഈ സ്വാഭാവിക ബോധത്തിൽ ഒരുപാട് തടസ്സങ്ങൾ ഇല്ല. എങ്കിൽ സ്വാഭാവികതയിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ചുറ്റും മാറിപ്പോകും. ഇന്നലെ നമ്മുടെ സ്വാഭാവിക പ്രവൃത്തി തടസ്സപ്പെടുത്തിയതാണ് ഈ അക്രമങ്ങൾ വർദ്ധിച്ചിരിക്കുന്ന കാരണം. പ്രകൃതിയുടെ അടിസ്ഥാന നിർമ്മല അവസ്ഥയെക്കുറിച്ച് ഞാൻ സംസാരിക്കുന്നു. ഇവിടെ ഒന്നും എങ്കിൽ ഇല്ല, എല്ലാം വ്യക്തമാണ്. പ്രകൃതിയിൽ ഇപ്പോഴത്തെ ഉള്ള ആത്മാവിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സത്യസന്ധമായ സ്നേഹം ഉണ്ടാകും. അവിടെ സത്യമായ ശുദ്ധി ഉണ്ടാകും. തെറ്റായ രീതിയിൽ മനസ്സിലാക്കാനുള്ള പ്രവൃത്തി ഇത്രയും വ്യാപിച്ചിരിക്കുന്നു. എവിടെ എങ്ങനെ ഇത് വരാം? ഇതുതന്നെ പ്രശ്നമായിരിക്കുന്നു. നമ്മുടെ പരിസ്ഥിതിയും ഇതുപോലെയാണ്. ഓരോ നിമിഷവും നമുക്ക് ഇത് സ്പർശിക്കുന്നുണ്ട്.